തുടക്കം മുതൽ UDFിൻ്റെ ചില കേന്ദ്രങ്ങൾ ഇത്തരത്തിലുള്ള ചില പ്രചാരണ ശ്രമങ്ങൾ നടത്തിയിരുന്നു. അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആദ്യം മുതലേ ആവർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഏത് തെരഞ്ഞെടുപ്പിലും ചർച്ച ചെയ്യേണ്ടത് ജനങ്ങളെ ബാധിക്കുന്ന പ്രശ്നങ്ങളാണ്, നാടിനെ ബാധിക്കുന്ന പ്രശ്നമാണ്. നാടിൻ്റെ വികസന സാധ്യതകൾ, വികസന പ്രശ്നങ്ങൾ, ജനങ്ങൾ അഭിമുഖീകരിക്കുന്ന വ്യത്യസ്തങ്ങളായ പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ആ ചർച്ചകളിലൂടെ സ്വാഭാവികമായും ചില വ്യക്തതകളിലേക്ക് സമൂഹം തന്നെ എത്തുകയും ചെയ്യുമ്പോഴാണ് ജനാധിപത്യം അർത്ഥപൂർണ്ണമാവുക. ഞങ്ങളെപ്പോഴും ശ്രമിച്ചിട്ടുള്ളത് ആ കാര്യത്തിനാണ്. ഇപ്പോൾ ഞങ്ങളുടെ സ്ഥാനാർത്ഥി പര്യടന പരിപാടിയിലൊക്കെ നിങ്ങളിൽ പലരും ഏറിയും കുറഞ്ഞും അനുഗമിക്കാറുള്ളവരാണ്. അവിടെയെല്ലാം ഞാൻ സംസാരിക്കുമ്പോൾ നിങ്ങൾ പദാനുപദം എടുത്തു നോക്കിയാലും ഏതെങ്കിലും തരത്തിലുള്ളൊരു വിവാദ കാര്യത്തെക്കുറിച്ചോ ആരോപണത്തെക്കുറിച്ചോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. വികസന കാര്യങ്ങൾ, ഈ ഗവൺമെൻറ് ചെയ്ത വികസന കാര്യങ്ങൾ, അതിൻ്റെ ഭാവി പ്രതീക്ഷകൾ, നിലമ്പൂരിൻ്റെ വികസന സാധ്യത, ഇത്തരം കാര്യങ്ങൾ മാത്രമാണ് ഞങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടേയിരിക്കുന്നത്. എന്നാൽ അത്തരത്തിലൊരു ആരോഗ്യകരമായ ജനാധിപത്യ സംവാദത്തിന് കെൽപ്പില്ലാത്തതുകൊണ്ടാവാം നമ്മുടെ മറുപക്ഷത്ത് നിൽക്കുന്നവർ വിവാദങ്ങൾ നിരന്തരം ഉയർത്തിവിടാനാണ് ശ്രമിക്കുന്നത്. വിദ്വേഷം വമിപ്പിക്കുന്ന വിവാദങ്ങളാണ്. സമൂഹത്തിൽ ചേരിതിരിവുണ്ടാക്കാൻ, സമൂഹത്തിൻ്റെ ഐക്യം തകർക്കാൻ ഒക്കെയാണ് ശ്രമിക്കുന്നത്. മലപ്പുറം എന്ന് പറയുന്നത് ഈ ജില്ലയിൽ ജനിച്ചു വളർന്ന ഒരാളാണല്ലോ ഞാനും. അപ്പോൾ നമ്മുടെ ഏത് ഭൂപ്രദേശത്തോടും കിടപിടിക്കാവുന്ന അഭിമാനകരമായ ഒരു സാംസ്കാരിക പൈതൃകവും അന്തരീക്ഷവും ഉള്ള നാടാണ് മലപ്പുറം. ഈ മലപ്പുറത്തെ ഒരു പ്രത്യേക ജില്ലയാക്കി മാറ്റിയത് ഇടതുപക്ഷമാണ്. CPIM നേതൃത്വം കൊടുക്കുന്ന ഗവൺമെൻറ്റാണ്. EMS ആയിരുന്നു അന്ന് മുഖ്യമന്ത്രി. മലപ്പുറം ജില്ലയുടെ ശില്പികളാണ് ഇടതുപക്ഷം. അന്ന് മലപ്പുറം ജില്ലയ്ക്കെതിരായ സമരം നടത്തിയ രണ്ട് കൂട്ടരേ ഉള്ളൂ. ഒന്ന് അന്നത്തെ ജനസംഘം, രണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണ്. അതിശക്തമായി ഈ രണ്ടു പേരും മലപ്പുറത്തെ എതിർത്തു. ആ എതിർപ്പിന് വർഗീയതയുടെ സ്വഭാവം ഉണ്ടായിരുന്നു. വഴിക്കടവിൽ നിന്നും കോഴിക്കോട്ടേക്ക് മലപ്പുറം ജില്ലാ രൂപീകരണ വിരുദ്ധ ജാഥ നയിച്ച പാർട്ടിയാണ് കോൺഗ്രസ്. മലപ്പുറം ജില്ലയെ പിറവിയിലെ നുള്ളിക്കളയാൻ ശ്രമിച്ച ഒരു നിലപാടായിരുന്നു കോൺഗ്രസിൻ്റെ നിലപാട്. നിങ്ങൾ പറഞ്ഞ നേതാവൊക്കെ വളരെ മുതിർന്നയാളാണ്. അദ്ദേഹത്തിന് ഈ കാര്യങ്ങളെല്ലാം ഓർമ്മയുണ്ടാവും. എന്നിട്ടും അദ്ദേഹം ഇങ്ങനെ പറയുന്നത് സത്യത്തിൽ UDF അകപ്പെട്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രശ്നത്തിൻ്റെ ആഴമാണ് വെളിവാക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞങ്ങൾ ഇത്തരം ചർച്ചകളിൽ കുടുങ്ങി നിൽക്കാനല്ല ഉദ്ദേശിക്കുന്നത്. അത്തരം ചർച്ചകൾ ഉന്നയിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ചരിത്രത്തിലെ ഓർമ്മപ്പെടുത്തലുകൾ വേണ്ടി വരുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞങ്ങൾ പൂർണ്ണമായും വികസന കാര്യങ്ങളിൽ ഊന്നി നാടിൻ്റെയും ജനങ്ങളുടെയും പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ചർച്ചയും പ്രചാരണവുമാണ് ലക്ഷ്യം വെക്കുന്നത്.